നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോകരുത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. എന്തൊക്കെയാ പ്രതാപ സാറേ ഇവിടെ നടക്കുന്നത്? അന്തസ്സും അഭിമാനമുള്ള ആളുകൾക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റുമോ? തരാമെന്നേറ്റ ആഭരണവും ആധാരവും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. വേറെ ആരോടും പറയില്ലെന്ന് ഉറപ്പ് തന്ന ഞാൻ രാജുവിനോട് എല്ലാം പറയാം. സാനിയുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ മാത്രമല്ല, പിന്നീട് ആ രഹസ്യം അവളെ ശല്യം ചെയ്യും. രാജു ആരോടെങ്കിലും പറയോ? ഏയ്, ഒരിക്കലുമില്ല മാഡം. മാഡം പറയാൻ പോകുന്ന രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കും. സത്യം? സത്യം. എന്നാ കേട്ടോ, ഞാൻ എല്ലാം പറയാം. എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല, ഋതുവിനോടല്ലാതെ. അർജുൻ, അതായിരുന്നു അയാളുടെ പേര്. ഞാൻ അയാളെ വിശ്വസിച്ചു, പക്ഷേ അയാൾ എന്നെ വഞ്ചിക്കായിരുന്നു. ഇതാണോ ആള്? അതെ, എന്റെ ഭാവി നശിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുക അർജുൻ. എന്റെ കല്യാണം അയാൾ തകർക്കും. എടി, ഇന്നത്തെ കാലത്ത് ആർക്കാ പ്രേമം ഇല്ലാത്തത്? അതിന്റെ പേരില് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നുവെച്ച് ആത്മഹത്യ ചെയ്യാണോ വേണ്ടത്? അത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളത്. നീ ഈ തറവാട്ടിലെ കുട്ടിയല്ലേ. നീ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിക്കരുത്. ഈ ഫോട്ടോസിന്റെ ഒറിജിനൽ മുഴുവൻ അയാളുടെ കയ്യിലുണ്ട്. അതാ എന്റെ പേടി. എനിക്കറിയാം ഇങ്ങനെയുള്ളവന്മാരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അത് നീ എനിക്ക് വിട്ടേക്ക്. അപ്പോ നമ്മളിപ്പോ പോകുന്നത് അർജുനെ കാണാനാണല്ലേ? അതെ, ഞാൻ കാരണം ഒരു തവണ സാനിയുടെ ഈ കല്യാണം മുടങ്ങാൻ പോയതാ. ഇനി അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. സാനിക്കൊരു അബദ്ധം പറ്റി, അതിന്റെ പേരില് അവളുടെ ജീവിതം നശിക്കരുത്. അർജുന ഫോട്ടോസ് തിരിച്ചു വരുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? കാശിന് വേണ്ടിയല്ലേ അവൻ ശ്രമിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മൾ ചെന്ന് ചോദിച്ചാ അവൻ അത് തരുമോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആ ഫോട്ടോസ് കിട്ടിയേ പറ്റൂ. സാനിയുടെ കഴുത്തില് താലി കേറുന്നതിന് മുൻപ് ആ ഫോട്ടോസിന്റെ ഒറിജിനല് എന്റെ കയ്യിൽ എത്തിയിരിക്കണം. മാഡം സമാധാനിട്ടിരിക്കെ, നമുക്ക് ശ്രമിക്കാം. ഈശ്വര, അവനൊരാപത്തും വരാതിരുന്നാ മതിയായിരുന്നു. അവൻ ആഭരണവും ആധാരവും കൊണ്ട് മുങ്ങി. അങ്ങനെ കരുതുന്നതാവും നല്ലത്. മതി കുറ്റപ്പെടുത്തിയത്. രാജു ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരും വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല രാജു. അവൻ ഒരിക്കലും ആഭരണം കൊണ്ടുപോവില്ല. അതമ്മാവന്റെ തോന്നലാണെങ്കിലോ? എന്നെ തിരുത്താൻ മാത്രം വളർന്നോ നീ? ഓരോരുത്തരെയും എനിക്കറിയാം, എങ്ങനെ എന്തൊക്കെ ആണെന്നും അറിയാം. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട. അത് നടക്കില്ല. പ്രത്യേകിച്ചും രാജുവിന്റെ കാര്യത്തിൽ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അർജുനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നോ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? സാനിയെ പ്രേമിക്കുമ്പോ എനിക്ക് ചില കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. ആ കാശ് എനിക്ക് കിട്ടിയിരിക്കണം. ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് കല്യാണം നടക്കുന്നിടത്തേക്കാ. എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ ആ മന്ത്രി വർമ്മയോട് ചോദിച്ചു വാങ്ങും. സാറിന് നിനക്ക് അറിയാത്തോണ്ടാ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നീ എഴുന്നള്ളിക്കുന്ന. സാറിന്റെ മുമ്പിൽ ചെന്ന് നീ കാശ് വേണമെന്ന് പറഞ്ഞ അന്ന് നിന്റെ അവസാന
ഞാൻ. എന്റെ സാറിന് നേരെ വന്ന ഒരു ഭീഷണിയും ഇന്ന് വരെ ഞാൻ തടുക്കാതിരുന്നിട്ടില്ല അർജുൻ. ഇത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്റെ അമ്മാവനൊരു പാവമായതുകൊണ്ടാ നിങ്ങളുടെ മകനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നത്. സത്യം പറയിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ തത്ത പറയും പോലെ നിങ്ങൾ രാജു എവിടെയാണെന്ന് പറയും. ഞങ്ങൾക്കറിയില്ല. നോണ, നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നാടകം ഇത്. ഇല്ല മോനെ, എന്റെ മോൻ ഒരിക്കലും മോഷ്ടിക്കില്ല. എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാ വിചാരിക്കാറ്. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? രാജുവിനെ ഞങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ ഒരാളല്ല രാജു. നീ ആരടി എന്നെ പഠിപ്പിക്കാൻ? ഞാനൊരു കാര്യം പറയാം. കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് പൊയ്ക്കോണം. അല്ലാതെ സദസ്സിൽ കയറി അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വിചാരണ ചെയ്യാൻ? എടോ, തെറ്റെന്താണെന്ന് തനിക്ക് അറിയണല്ലേ? അയ്യോ, പറയണോ മര്യാദയ്ക്ക്? ദീപകേ, വിടാ ഇയാളെ, വിടാ. ഇതൊരു കല്യാണ സദസ്സ. ആ മാന്യതയെങ്കിലും നീ കാണിക്കണം. മേലാൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്താ പടിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. എന്റെ പെങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നത് അതെന്താ അമ്മ ഓർക്കാത്തത്? ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം വന്നാ ഞാനും എന്റെ അമ്മയും പെങ്ങളും ആത്മഹത്യ ചെയ്യും. നോക്കിക്കോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. ഞാനും എന്റെ വീട്ടുകാരും തിരിച്ചു പോവുക. ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. പോകരുത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. എന്തൊക്കെയാ പ്രതാപ സാറേ ഇവിടെ നടക്കുന്നത്? അന്തസ്സും അഭിമാനമുള്ള ആളുകൾക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റുമോ? തരാമെന്നേറ്റ ആഭരണവും ആധാരവും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.